ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട ഒരു വീഡിയോ ഇല്ലേ, അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ഇടാൻ ഓർത്തിട്ടാണേ. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ എന്തായിരുന്നു, നേഴ്സ് എന്താണ് നേഴ്സ്. എന്നിപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഹോസ്പിറ്റലിലെ സൂപ്പർ ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഞാൻ പറയും നേഴ്സുമാരാണ്. ഒരു നേഴ്സ് ആയതുകൊണ്ട് മാത്രം അങ്ങനെ പറയുന്നതല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡോക്ടർമാരുടെ കൈക്ഷരം വായിക്കാൻ പറ്റും, പക്ഷേ ഞങ്ങൾക്ക് പറ്റില്ല. ബിക്കോസ് ഈ ലോകത്ത് ഡോക്ടർമാരുടെ കൈക്ഷരം വായിക്കാൻ പറ്റിയ രണ്ട് വ്യക്തികളേ ഉള്ളൂ. ആരൊക്കെയാ? ഒന്ന് നഴ്സുമാർ, രണ്ട് ഫാർമസിസ്റ്റിന് മേടിക്കാൻ പറ്റാറില്ല. അവർ വിളിച്ച് ചോദിക്കാറുണ്ട്, സിസ്റ്റർ ഡോക്ടർ എന്താണ് എഴുതിയിരിക്കുന്നത്, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന്. അപ്പോൾ നമ്മളാണ് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സൂപ്പർ പവർ നമുക്കുണ്ട്. പിന്നെ രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയം 10 മണിയൊക്കെ ആകുമ്പോൾ അറിയാം, നമ്മളൊക്കെ പുറപ്പിൻ്റെ അടിയിലായിരിക്കും. ആ സമയത്ത് ചൂടും കത്തിച്ച് പിടിച്ച് പേഷ്യൻറ്റിൻ്റെ പരിക്കെ പോയി നോക്കുന്നതും, പേഷ്യൻ്റ് ഉറങ്ങിയോ, പേഷ്യൻ്റ് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നൊക്കെ നോക്കി നടക്കലാണ് നേഴ്സുമാരുടെ പരിപാടി. ചൂടും കത്തിച്ചൊക്കെ നടക്കുമെന്ന് ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ നേഴ്സുമാർക്ക് ലക്ഷറി ആയിട്ടൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഏറ്റവും ലക്ഷറിയാണ്, പക്ഷേ മോസ്റ്റ് ഓഫ് ദ നേഴ്സസിന് അത് കിട്ടാറില്ല. ഉറക്കം. എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും റിലാക്സ് ആവുന്ന സമയം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങുന്ന സമയം. ബിക്കോസ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കോ, ഒരു നേഴ്സ് നിങ്ങളുടെ വീട്ടിലും കാണുമല്ലോ ഓരോ നേഴ്സുമാർ. ആ നേഴ്സുമാർ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട്, ഞാൻ എൻ്റെ കാര്യമല്ല, ബാച്ചിലേഴ്സിൻ്റെ കാര്യമല്ല പറയുന്നത്, ആ നേഴ്സ് ഒന്ന് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പരിപാടി? ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. പിള്ളേർക്ക് ഫുഡ് ഉണ്ടാക്കണം, കെട്ടിയവൻ്റെ കാര്യം നോക്കണം, അമ്മായിയമ്മയുടെ കാര്യം നോക്കണം. പിന്നെ ചില കെട്ടിയന്മാരും അമ്മായിമ്മമാരൊക്കെ ഉണ്ട് കേട്ടോ, സപ്പോർട്ട് ചെയ്യുന്നവരും. പിന്നെ നഴ്സുമാർ മാത്രമാണ് സൂപ്പർ ഹീറോസ് എന്ന് ഞാൻ പറയുന്നില്ല. ഡോക്ടർമാരും സൂപ്പർ ഹീറോസ് ഒക്കെ തന്നെയാണ്. ബിക്കോസ് ഡോക്ടർമാർ എപ്പോഴും രോഗികളുടെ രോഗം ഭേദമാക്കും. പക്ഷേ രോഗീനെ സുഖപ്പെടുത്തുന്നത് ആരാ? നഴ്സുമാർ. ഈ ഡോക്ടർമാർ വന്ന് ഒരു 2 മിനിറ്റോ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ പോട്ടെ ഒരു അരമണിക്കൂറൊക്കെ പേഷ്യൻസായിട്ട് നിന്ന് പേഷ്യൻറ്റിനെ അസിസ്റ്റ് ചെയ്ത് അവരുടെ ബ്ലഡ് റിപ്പോർട്ട്സും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് അങ്ങ് പോവും. ബാക്കിയുള്ള ആ ഒരു 24 hours രോഗിയെ നോക്കുന്നത് ആരാ? നഴ്സുമാർ. ഈ നഴ്സുമാർ ചിലപ്പോൾ രോഗികളുടെ കൂട്ടുകാരികളാകും, അമ്മയാകും, സഹോദരിയാകും, അങ്ങനെ കുറേ റോളുകൾ ചെയ്യും. ആൻഡ് പലരും ചെയ്യാൻ പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. മോഷൻ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ യൂറിൻ ബെഡിൽ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ മൊത്തത്തിൽ കുളിപ്പിച്ച് തുടച്ച് എടുക്കുക. ഇതൊക്കെ ചിലർക്ക് ചെയ്യാൻ അറപ്പായിരിക്കും, പക്ഷേ അതൊക്കെ ഞങ്ങൾ നേഴ്സുമാർ ഒരു മടിയും കൂടാണ്ട് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളൊക്കെ ഇനി ഒരു ആശുപത്രി ചെല്ലുമ്പോൾ ഒരു നേഴ്സിനെ കാണുമ്പോൾ ഒന്നങ്ങ് ചിരിച്ചേക്കണം. ചിരിയല്ലേ, വില കാശ് മുടക്കം കൊണ്ടു ഇല്ലെന്നേ, അങ്ങ് ചിരിക്കണമെന്നേ. നമ്മുടെ മുഖത്തൊരു ചിരി, അവരുടെ മുഖത്ത് തിരിച്ചുള്ളൊരു പുഞ്ചിരി, അതൊരു രസം തന്നെയാണ്. അപ്പോൾ ടേക്ക് കെയർ. ബൈ.